ഇന്ന് പൂരിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല ആണ് കാണാൻ പോണത്. പോട്ട് ഡിഷായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ ഇതിലേക്ക് 2 വലിയ സവാള, 3-4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ട്രാൻസ്പെറൻ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 3-4 ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ കുക്കറിലെ പ്രഷറൊക്കെ പോയി. ഇനി തുറക്കാം. ഇനി ഒരു മത്തോ അല്ലെങ്കിൽ മാഷറോ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ബൗളെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും കെട്ടാതെ വേണം ചെയ്യാനായിട്ട്. അതിന് ശേഷം ഇതാ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയമൊക്കെ സ്റ്റൗവ് വീണ്ടും ഞാൻ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കടലമാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ചൂടിൽ തന്നെ അത് നന്നായി വെന്ത് കിട്ടും കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറേ മല്ലിയില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റും മണമാണ് മല്ലിയില ഇടണ സമയത്ത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കറി നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണ്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.